താനൊരു T20 ബീസ്റ്റാണെന്ന് സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നമീബിയക്കെതിരെയുള്ള മത്സരത്തിൽ വെറും 8 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജുവിന്റെ കാമിയോ ഇന്നിംഗ്സ് ആരാധകരെ ആവേശത്തിലായി. ശുദ്ധമായ അഗ്രഷനും വിനോദവും നിറഞ്ഞ ആ ഇന്നിംഗ്സിൽ പിറന്നത് 3 പടുക്കൂറ്റൻ സിക്സറുകളും ഒരു ഫോറുമായിരുന്നു. ഗ്രീസിൽ അധികനേരം നിന്നില്ലെങ്കിൽ പോലും തന്റെ മടങ്ങിയ വരവ് ഇതിലും മികച്ച രീതിയിൽ പ്രഖ്യാപിക്കാൻ മറ്റൊന്നിനും കഴിയില്ല. ഇതാണ് ആരാധകർ കാത്തിരുന്ന സഞ്ജു ഷോ. ഫ്ലാറ്റ് ട്രാക്ക്, ചെറിയ ബൗണ്ടറികൾ, വലിയ പ്രശ്നമില്ലാത്ത ബൗളിംഗ് നിര. ഫോം ഔട്ട് ആയതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലുള്ള ബാറ്റർക്ക് കിട്ടുന്ന ഏറ്റവും ഐഡിയലായ സാഹചര്യങ്ങൾ. തകർപ്പൻ തുടക്കം തന്നെയാണ് സഞ്ജു നൽകുന്നത്. 3 സിക്സറും ഒരു ബൗണ്ടറിയും ഉൾപ്പെടെ 8 പന്തിൽ 22 റൺസ് നേടുന്നു. ഒരു ഓവറിൽ 2 സിക്സറും ഒരു ബൗണ്ടറിയും അടിച്ചു നിൽക്കെ തീർത്തും അനാവശ്യമായ ഷോട്ടിൽ പുറത്താകുന്നു. വീണ്ടും ആ ട്രിഗർ മൂവ്മെന്റാണ് സഞ്ജുവിനെ ചതിക്കുന്നത്. ഗ്രീസിലേക്ക് ഡീപ്പായി ഇറങ്ങുന്നത് ഷോർട്ട് ബോളുകൾക്കെതിരെ വർക്കാവുന്നുണ്ട്. എന്നാൽ ബൗളർ ലൈനും ലെങ്ത്തും മാറ്റുമ്പോൾ സഞ്ജു കുഴങ്ങുകയാണ്. ഒരിക്കൽ കൂടി പകുതി മനസ്സോടെയുള്ള ഷോട്ടിൽ പുറത്താകുന്നു. സഞ്ജു സാംസൺ തന്റെ കരിയറിൽ ആദ്യമായി ഒരു ലോകകപ്പ് മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നു. ശ്രീശാന്ത് ബൗളറായിരുന്നെങ്കിൽ പോലും അയാൾ 2007 T20 ലോകകപ്പിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ലോകകപ്പിൽ ബാറ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാളി ബാറ്റർ എന്ന ക്ലീശയ്ക്കൊന്നും വലിയ വാല്യൂ ഇല്ല. ഇന്ന് സഞ്ജു കളത്തിലിറങ്ങുമ്പോൾ അതൊരു സാധാരണ മത്സരം മാത്രമായിരുന്നില്ല, വിമർശനങ്ങൾക്ക് മറുപടി നൽകാനുള്ള അവസരമായിരുന്നു. സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ മാത്രം പോരാട്ടമല്ല ഇത്, കേരളത്തിന്റെ പ്രതീക്ഷകളും കൂടിയാണ്. അവസാന ചാൻസ് ആകട്ടെ അല്ലാതിരിക്കട്ടെ, ഒരു കാര്യത്തിൽ സംശയമില്ല, തന്റെ കഴിവിൽ വിശ്വാസമുള്ള ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ. ഒരു മാച്ച് വിജയിക്കാൻ ചിലപ്പോൾ ഒരു സെഞ്ചുറിയോ അർദ്ധ സെഞ്ചുറിയോ വേണമെന്നില്ല. ആ കളിയിൽ നിങ്ങൾ നൽകിയ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് നോക്കിയാൽ മതി. അത് തന്നെയാണ് ഇന്ന് സഞ്ജു സാംസൺ ചെയ്തതും. ഗ്രീസിലെത്തിയ നിമിഷം മുതൽ സ്കോർ ബോർഡ് ചലിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് അയാൾ ബാറ്റ് വീശിയത്. ആ ഹാട്രിക് സിക്സറുകൾ കേവലം റണ്ണുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് വേൾഡ് കപ്പ് വേദിയിൽ സഞ്ജു എന്ന പ്ലെയറുടെ സ്റ്റേറ്റ്മെന്റ് കൂടിയായിരുന്നു. മറ്റുള്ളവരെ പോലെ ഡോട്ട് ബോളുകൾ വരുത്തി ടീമിനെ സമ്മർദ്ദത്തിലാക്കാതെ ഓരോ പന്തിലും പോസിറ്റീവായി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ശൈലി തന്നെയാണ് സഞ്ജുവിനെ വേറിട്ട് നിർത്തുന്നത്. കളിച്ച 8 പന്തിലും അയാൾ കാണിച്ച ആത്മവിശ്വാസവും ക്ലീൻ ഹിറ്റിംഗും ഒരു പവർഫുൾ ക്ലാസ് ആയിരുന്നു. റിസ്ക് എടുത്ത് കളിക്കുമ്പോൾ വിക്കറ്റ് വീഴാം, അതിൽ നിരാശയില്ല. കാരണം ടീമിന് വേണ്ടത് സ്ലോ ഇന്നിംഗ്സുകളല്ല, ഇതുപോലെയുള്ള ഇമ്പാക്ട് ഇന്നിംഗ്സുകളാണ്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ തന്റെ വരവറിയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. ക്ലാസ് ഈസ് പെർമനന്റ്.